ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ മൂത്ത മോൻ്റെ കാഹിലിൻ്റെ സ്കൂളിൽ പ്രോഗ്രാമാണ്. അവനൊരു ഹാസ്യോപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പപ്പയും മമ്മയും എന്തായാലും വരണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കാക്കും ലീവ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് സ്കൂളിൽ പോവാണ്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കേനു. 10 മണി ആ ടൈം ആകുമ്പോഴാണ് ടീച്ചേഴ്സ് എത്താൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ടൈം ആകുമ്പോൾ എല്ലാ കുട്ടികളെയും ഏകദേശം പ്രോഗ്രാം നടക്കുന്ന ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് കാഹിലിൻ്റെ പ്രോഗ്രാം 12 മണിയൊക്കെ ആവും. ഞാൻ 10-10:30 ഉള്ളിൽ അവൻ്റെ പ്രോഗ്രാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വന്നത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആര്യനും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവരുടെ കൂടത്ത് ഇങ്ങനെ കളിച്ചു. ഞാൻ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ പരിചയപ്പെടാനും ഇതിനൊക്കെ പറ്റിയത്. പിന്നെ അവൻ്റെ പ്രോഗ്രാം ആയതായിരുന്നു അവൻ്റെ പ്രോഗ്രാം. കുട്ടികൾ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കളികളൊന്നും കളിക്കാൻ അവർക്കൊരു മടി ഉണ്ടാവില്ല. ഇനി വലുതാകുമ്പോൾ അത് കാണുമ്പോഴേക്കരം അവനൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യാം. എന്തായാലും കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. കാഹിൽ വീട്ടിൽ വന്നിട്ട് കളിക്കുമ്പോൾ ഞാൻ ഇത് ഹാസ്യൊപ്പനായതുകൊണ്ട് എനിക്ക് എങ്ങനെ കളി വരികയെന്ന് അറിയില്ല. അവൻ ഇങ്ങനെ കോമാളിത്തരം കാട്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് കളിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെയല്ല കാഹിലെ നേരെ കളിക്കുക. അപ്പോൾ അവനെ പറഞ്ഞ മമ്മ അത് അങ്ങനെയല്ല, ഇത് ഹാസ്യൊപ്പനയാണ്, ഇത് ഇങ്ങനെ ചെയ്യേണ്ടത്, ഇത് കോമഡി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് അവൻ കളിക്കണ പോലെ കളിച്ചോട്ടെ വിചാരിച്ചു. പിന്നെ ടീച്ചർ ലാസ്റ്റ് പറഞ്ഞു അവൻ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു എന്ന്. അപ്പോൾ എനിക്കും സന്തോഷമായി. എന്തായാലും ഇതിനി വലുതാവുമ്പോൾ അവന് കാണുമ്പോൾ അവന് രസമാവുമല്ലോ. അതിനെ ഞാനിത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവും. ഇതിങ്ങനെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളുമ്പോൾ അവനിനി കുറേ കാലം കഴിഞ്ഞാലും അവനും കാണാൻ പറ്റുമല്ലോ. അങ്ങനെ അവൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ 1-2 പ്രോഗ്രാമും കൂടി അവന് കാണാമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിയോളം ഞങ്ങൾ അവനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ എത്ര പെട്ടെന്നാണല്ലേ കാലം കഴിയണത്. ഇപ്പോൾ നമ്മൾ തന്നെ കുട്ടികളായിരുന്നു, നമ്മളിപ്പോൾ വലുതായി, നമ്മൾ പാരൻസ് ആയതിന് ശേഷം സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പ്രോഗ്രാമൊക്കെ കാണാൻ അറിയുമ്പോൾ നമ്മൾ ഒരുപാട് വലുതായി. കാലം അങ്ങനെ കഴിയണതിനനുസരിച്ച് നമുക്കും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. പക്ഷേ അതിങ്ങനെ ജീവിതത്തിൽ ഒരു ഓളത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇത് കാണുമ്പോഴാണ് നമ്മളും വലുതായല്ലോ, കുട്ടികൾ ഇത്ര വലുതായല്ലോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുക. നമ്മളിങ്ങനെ നിന്ന് പോണതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ വയസ്സാകുന്നതും അതേപോലെ തന്നെ ഓരോ നല്ല നിമിഷങ്ങൾ കടന്നു പോകുന്നതും. ആര്യനെന്തായാലും സ്കൂളിലെത്തിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്കനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പോകാൻ പറഞ്ഞ് പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പോരുമില്ല. അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ അവനെയും കൊണ്ട് പോന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് നേരത്തെ പോരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കി. അങ്ങാടിപ്പുറത്ത് അമ്പൂർ ബിരിയാണി എൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്നുള്ളത് അറിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പോകണം വിചാരിച്ചിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഉച്ചക്ക് ഫുഡ് വീട്ടിലില്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ട് ആ ബിരിയാണി ഒന്ന് ട്രൈ ആക്കുക വിചാരിച്ച്. ഇതാണ് കാഹിലിൻ്റെ സ്കൂള്. അവനിപ്പോൾ ഒരു 1ാം ക്ലാസ് തൊട്ട് ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ് അവന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ഉച്ചവരെ സ്കൂൾ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലൊക്കേഷൻ തപ്പി അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങാടിപ്പുറത്താണ് ഈ ഒരു ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ട് പോയതായിരുന്നു അവിടേക്ക്. അങ്ങനെ ഇതാ നമ്മൾ വിചാരിച്ച ലൊക്കേഷനിൽ എത്തി. റാഹ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് വരുന്നത്. അവിടെ ബിരിയാണികളാണ് സ്പെഷ്യലായിട്ട് ഉള്ളത്. അങ്ങനെ വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഈ ബിരിയാണി അവിടുത്തെ മെയിൻ. പിന്നെ എന്തോ ബേക്കറി ഐറ്റംസും കുറച്ച് അവർ തന്നെ പ്രിപ്പയർ ചെയ്യണ കുറച്ച് ഐറ്റംസും അവിടെ ഉള്ളത്. താഴെന്ന് മുകളിൽ കയറിയാലാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലെത്തുക. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിലുള്ള ഒരു ആംബിയൻസ് എനിക്ക് അവിടെ എത്തിയപ്പോൾ. ഹോട്ടലായിട്ടൊന്നുമല്ല ഫീൽ ചെയ്ത്. ഒരു വീടിൻ്റെ ഒരു ഹാളിൽ കുറേ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ച പോലത്തെ ഒരു സെറ്റപ്പ് എനിക്ക് അവിടെ എത്തിയപ്പോൾ തോന്നിയത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നി അവിടുത്തെ ബിരിയാണി. ഒരു ബിരിയാണിക്ക് അവിടെ 150 രൂപ വരുന്നുണ്ട്. ആ 150 രൂപക്കുള്ള ക്വാളിറ്റിയും അതുണ്ടോ ചോദിച്ചാൽ എനിക്കങ്ങനെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. ചിക്കൻ ബിരിയാണി പിന്നെയും കൊള്ളാതിലൊരു ചിക്കൻ പൊരിയും ഒരു മുട്ടയുണ്ടായിരുന്നു. പക്ഷേ മറ്റേ ബീഫ് ബിരിയാണി ഒന്നുമില്ല. കുറേ പീസാണ്, റൈസൊക്കെ വളരെ കുറവാണ്.
ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ല. പക്ഷേ ക്വാണ്ടിറ്റിയും പക്ഷേ ആ റേറ്റിനുള്ള സാധനം ഉണ്ടോ ചോദിച്ചാൽ അതില്ലാന്നും പറയാം. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോയി നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അതിന് ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങിയത് അത് ഞാനൊരു മറ്റു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.